ഹായ്, ഞാൻ അനുദീപ്. അങ്ങനെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. കട്ട് ഓഫ് എത്ര വരുമോ എന്നുള്ള സംശയം പല ആൾക്കാർക്കുണ്ട്. പിന്നെ ഈ എക്സാമിന്റെ ഒരു അനാലിസിസ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ പ്രൊവിഷണൽ ആൻസർ ഒക്കെ വന്നപ്പോഴത്തേക്കും സ്റ്റുഡൻസ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പറയുന്നു അവർക്ക് 165+ മാർക്ക് ഉണ്ട്, 170 ക്ലോസ് ആയിട്ടുള്ള മാർക്ക് ഉണ്ട്. പിന്നെ ചിലര് പറഞ്ഞവർക്ക് 120+ ഉണ്ട്, 145+ ഉണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഇവരെന്താ തള്ളുവാണോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ തള്ളുന്ന കുട്ടികളല്ല ഇവരാരും. സ്റ്റിൽ എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ പിന്നെ പേപ്പർ 2 എടുത്ത് അനലൈസ് ചെയ്തു. പേപ്പർ 1 ഞാൻ രാവിലെ തന്നെ നോക്കിയിരുന്നു, ഈസി പേപ്പർ ആയിരുന്നു. പേപ്പർ 2 അനലൈസ് ചെയ്തപ്പോൾ അതിനേക്കാൾ ഈസി ആയിട്ടുള്ള പേപ്പർ. സോ എന്തായാലും കട്ട് ഓഫ് കൂടും, അതിലൊരു സംശയമില്ല. അത് ഏകദേശം കട്ട് ഓഫ് എത്ര വരുമോ എന്നുള്ളൊരു നിരീക്ഷണം, പ്രഡിക്ഷൻ അല്ല, നിരീക്ഷണം ഞാൻ ഈ വീഡിയോയുടെ അവസാനം തരുന്നതാണ്. തീരെ സമയമില്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് അവസാനം പോയി ആ ഒരു സംഭവം കാണാം. അതിന് മുമ്പ് എനിക്ക് കുറച്ച് അനാലിസിസ് പറയാനുണ്ട്. ഇനി വരാൻ പോകുന്ന എക്സാംസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള പാർട്ട് കട്ട് ഓഫ് പ്രഡിക്ഷൻ ആയിരിക്കില്ല. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും. വലിയ സൂചനകളാണ് PSC ഈ ഒരു എക്സാംസിൽ കൂടെ നമുക്ക് തന്നിട്ടുള്ളത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, ജയിൽ സൂപ്രണ്ടന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ ഡിഗ്രി ലെവൽ വരാൻ പോവാണ്. അപ്പൊ അതിനുള്ള ഒരു ഒരു കുറെ ക്ലൂസ് ഇതിനകത്ത് തന്നിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ടെലിഗ്രാം ചാനലിലെ മെമ്പേഴ്സ് അല്ലാത്തവർ അവിടെ മെമ്പേഴ്സ് ആവും കേട്ടോ. ഞാൻ അവിടെ ഫ്രീ മോക്ക് ടെസ്റ്റ് ഡെയിലി രാവിലെ ഇടുന്നുണ്ട്. അത് വർക്ക്ഔട്ട് ചെയ്യാം, പഠിക്കാം. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമുക്ക് ധാരാളം ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. ബേസിക് അനാലിസിസ് ഞാനത് പറയാം. ബേസിക് അനാലിസിസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2 രണ്ടും ഈസി പേപ്പേഴ്സ് ആയിരുന്നു. വളരെ ചുരുക്കം ചില ചോദ്യങ്ങളാണ് ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റുക. ഇവിടെ കട്ട് ഓഫ് എന്തായാലും കൂടുമെന്നുള്ളത് ആർക്കും ഒരു സംശയമില്ല. മലയാളം ചോദ്യങ്ങൾ വായിച്ച ആൾക്കാർക്ക് മാർക്ക് നഷ്ടമാവും. കാര്യം മലയാളം ചോദ്യങ്ങൾ തർജ്ജമ മിസ്റ്റേക്കും പല ഇഷ്യൂസ് ഉണ്ട്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ, ഇപ്പം കൂടുതൽ വിദ്യാർത്ഥികളും ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ തന്നെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. മലയാളം അങ്ങനെ ആരും വർക്ക്ഔട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. ഡിഗ്രി ലെവൽ പഠിക്കുമ്പോൾ നമുക്കറിയാം ട്രാൻസ്ലേഷനിൽ, മലയാളം ട്രാൻസ്ലേഷൻ കുറെ മിസ്റ്റേക്സ് ഉണ്ട്. ഇംഗ്ലീഷ് ചോദ്യങ്ങളായിരിക്കും അവിടെ സർവൈവ് ചെയ്യുക. അപ്പൊ അത് വെച്ച് വേണം നമ്മൾ ആൻസർ എഴുതാൻ. ഈ തവണ മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെയാണ് എക്സാം എഴുതിയിട്ടുള്ളത് ഞാൻ അസ്യൂം ചെയ്യുന്നു. അപ്പൊ ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ വായിച്ചവർക്കൊക്കെ നല്ല സ്കോപ്പാണ് ഇവിടെ ഉള്ളത്. മലയാളം ചോദ്യങ്ങളിനകത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രൊവിഷണൽ ആൻസർ കീ വന്നു അല്ലെ. പ്രൊവിഷണൽ ആൻസർ കീ വന്നു. അതിൽ കാര്യമായിട്ടുള്ള മിസ്റ്റേക്സ് അങ്ങനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്നാലും ചില ഡിലീഷൻസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. പക്ഷേ PSC കൂടുതൽ നന്നായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സിവിൽ സർവീസ് പ്രിലിംസിലെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മസ്റ്റ് ആയിട്ട് നിങ്ങൾ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പിന്നീട് പറയാനുള്ളത് എലിമിനേഷൻ ടെക്നിക്സിന്റെ അതിഭീകരമായ ഒരു ആറാട്ടായിരുന്നു ഈ ഒരു എക്സാം എന്ന് പറയുന്നത് അല്ലെ. എലിമിനേഷൻ ടെക്നിക്സ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കുറെ ചോദ്യങ്ങൾ ഞാനിപ്പോ ഇന്ന് വർക്ക്ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടും. പിന്നീട് യെസ്, ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ്. പണ്ടൊക്കെ അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം എഴുതി വെക്കുക, ബാക്കി സ്കിപ്പ് അടിക്കുക, വീട്ടിൽ പോകുന്നുള്ള പരിപാടിയായിരുന്നല്ലോ. പക്ഷെ മാക്സിമം ചോദ്യങ്ങളിലേക്ക് അറ്റംപ്റ്റ് കൊണ്ടുപോയിട്ടുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ ഇവിടെ മാർക്ക് ബൂസ്റ്റ് ആയിട്ടുണ്ട്. 160+ ഒക്കെ സ്കോർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് 85, 90 ലെവലിൽ ഓരോ ചോദ്യ പേപ്പറിലും ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാൽക്കുലേറ്റഡ് ഗസ് വർക്ക്, കാൽക്കുലേറ്റഡ് എലിമിനേഷൻ ടെക്നിക്സ്, കറക്കിക്കുത്ത്, ലോജിക്കലായിട്ടുള്ള കറക്കിക്കുത്ത് യൂസ് ചെയ്ത് അവർ അങ്ങനെ എത്തിയിട്ടുണ്ട്. ഒരു സംശയം വേണ്ട. പിന്നീട് കുറച്ച് കാര്യം ഞാൻ നിങ്ങൾ ഇനി കാണിച്ചു തരാം. എന്റെ കൂടെ നിൽക്കണേ. ഇത് സിവിൽ സർവീസ് പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണ്. 2024 വന്നൊരു ചോദ്യം, കുത്തും കോമയും വിടാതെ PSC ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ചോദ്യം എന്താണ്? അക്കോർഡിംഗ് ടു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് സൾഫർ ഓക്സൈഡ് എമിഷൻ? ഞങ്ങളിത് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്ത ചോദ്യ പേപ്പർ തന്നെയാണ് അല്ലെ. ഇതിനകത്ത് ലാർജസ്റ്റ് സോഴ്സ് ഏതാണ് ഒന്ന് നോക്കിയേ. പവർ പ്ലാന്റ്സ് യൂസിങ് ഫോസിൽ ഫ്യൂൽസ് ആണ്. ഇപ്പൊ UPSC ചോദ്യങ്ങൾ വെച്ച് തന്നെ പഠിക്കാം. മറ്റൊരു ചോദ്യം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇത് 2022 വന്നൊരു ചോദ്യമാണ് സിവിൽ സർവീസസിൽ. ആ ചോദ്യം അതേപോലെ PSC കോപ്പി പേസ്റ്റ് ചെയ്ത് ചോദിക്കുന്ന കുതന്ത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നതെങ്കിലും നിങ്ങൾ ഉറപ്പുവരുത്തുക, ഡിഗ്രി ലെവലിൽ പഠിക്കുമ്പോൾ സിവിൽ സർവീസസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഒരു നേതൃത്വം അവിടെ ഉണ്ടെന്നുള്ളവരെ ഉറപ്പുവരുത്തിട്ട് പഠിക്കാം. കാര്യം സ്പെഷ്യൽ ടോപ്പിക്സ്, PSC സ്പെഷ്യൽ ടോപ്പിക്സ് ഉള്ള ഒരു പരീക്ഷയാണ്. ഇതിൽ പോലും UPSCയുടെ ചോദ്യങ്ങൾ റാങ്ക് മേക്കിംഗ് നിലവാരത്തിൽ അവർ ചോദിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു സൂചനയാണ്. ഇതിന്റെ തീവ്രത ഞങ്ങളുടെ കൂടത്തേ ഉള്ളൂ, നല്ല രീതിയിൽ കൂടത്തേ ഉള്ളൂ. ഞങ്ങൾ തുടക്കത്തിൽ സിവിൽ സർവീസസിന്റെ ചോദ്യ പേപ്പറിൽ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുമ്പോഴൊക്കെ ആൾക്കാർ വിമർശിക്കുമായിരുന്നു, എന്തിനാ ഇതൊക്കെ, UPSC എന്തിനാ PSCക്ക്, ഈ PSC പഠിക്കണമെങ്കിൽ സിവിൽ സർവീസ് പഠിക്കാൻ പോകണം എന്നൊക്കെയുള്ള രീതിയിൽ ആക്ഷേപങ്ങൾ ഞങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഓരോ പരീക്ഷ കഴിയുമ്പോഴും
ഞങ്ങൾ പറഞ്ഞതിനകത്ത് പൊരുളുണ്ട് എന്ന് വിദ്യാർത്ഥി സമൂഹം തിരിച്ചറിയുന്നുണ്ട്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. സോ UPSC ചോദ്യങ്ങൾ കഴിഞ്ഞ 10 കൊല്ലത്തെ പഠിച്ചിട്ടേ അടുത്ത ഡിഗ്രി ലെവലിൽ പോവാവൂ. ഞങ്ങളുടെ ബാച്ചുകൾ ഞങ്ങൾ എക്സ്റ്റൻസീവ് ആയിട്ട് UPSC ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് UPSC ക്വസ്റ്റ്യൻസിന്റെ കേസിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ചോദ്യ പേപ്പർ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കി. UPSC കോപ്പി പേസ്റ്റ് ഉണ്ട്, കുത്തും കോമയും പോലും മാറിയിട്ടില്ല. അടുത്ത എലിമിനേഷൻ ടെക്നിക്സിന്റെ സാധ്യതകളിലേക്ക് പോകുമ്പോൾ ഈ ചോദ്യം നോക്കിയേ, പ്രൈമറി സോഴ്സ് ഓഫ് പർട്ടിക്കുലേറ്റ് മാറ്റർ അല്ലെ, നഗരങ്ങളിൽ അർബൻ ഏരിയാസിൽ പർട്ടിക്കുലർ മാറ്റേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം നഗരത്തിൽ എന്തായാലും കൃഷി ഒന്നും കാണത്തില്ലല്ലോ. കൃഷി ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയ തോതിലായിരിക്കില്ല. അപ്പൊ എന്തായാലും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ഒരു മേജർ സോഴ്സ് ആവാൻ പറ്റുമോ? അപ്പൊ എന്തിനോ ബി പോയാൽ ഓൾ ഓഫ് ദി അബോവ് പോകുമല്ലോ. പിന്നെ നഗരങ്ങളിൽ ഇവിടുന്നാണ് ഈ പൊടിപടലങ്ങൾ വരുന്നത്? ഇൻഡസ്ട്രി എന്നല്ലേ, അതോ വീടുകളിലെ ഡൊമസ്റ്റിക് വേസ്റ്റ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആണോ? അപ്പൊ ഇതിന് ആൻസർ എ ആണ്. ഇത് ലോജിക്കലി നമുക്ക് കറക്കി കുത്തി ഉത്തരത്തിലേക്ക് എത്താവുന്നതാണ്. ഇവിടെയൊക്കെ എക്സാമിനർ ചെക്ക് ചെയ്യുന്നതും നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലും സ്ട്രെസ് മാനേജ്മെന്റ് സ്കില്ലും ആണ്. ഇതൊക്കെ ഇതേപോലെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ്. സ്റ്റിൽ എക്സാം ഹോളിന് 1.5 മണിക്കൂർ സമയത്ത് നമുക്ക് ഇതെല്ലാം ഓർത്തെടുക്കാൻ പറ്റണമെന്ന് വരില്ല. അപ്പൊ അതിപ്പോ നമ്മൾ ഉപയോഗിക്കേണ്ടത് എലിമിനേഷൻ ടെക്നിക്സ് തന്നെയാണ്. ഇത് മറ്റൊരു എക്സാമ്പിൾ ആ, ജസ്റ്റ് നോക്കൂ. കേരളയുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ, അതാണ് കേരള ഇൻഡസ്ട്രിയൽ സെക്ടർ, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിന്റെ പാരഡോക്സ്, അതിനകത്തെ വിരോധാഭാസങ്ങളെ പറ്റി എത്ര ചോദ്യം വന്നിട്ടുള്ളതെന്ന് അറിയോ? പക്ഷെ ഒന്നും എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ലെവൽ അല്ല. ഒരു ചോദ്യം തന്നെ റീഫ്രെയിം ചെയ്ത് അടുത്ത ചോദ്യം, അതിനകത്ത് തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തി അടുത്ത ചോദ്യം. ഒരു ലേസി ക്വസ്റ്റ്യൻ മേക്കിംഗ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ശരിക്കും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് എന്ന് പറയാനായിട്ട് വളരെ ചുരുക്കം ചില ചോദ്യങ്ങളേ ഉള്ളൂ. അതൊക്കെ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്ത് വിട്ടിട്ടുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ചില ചോദ്യങ്ങൾ നല്ല നിലവാരം ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ചോദ്യങ്ങളൊക്കെ ഈസി ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷെ പഠിക്കുന്നവർക്ക് എപ്പോഴും അഡ്വാൻറ്റേജ് ഉണ്ട്. കാര്യം ഇത്തരം ചോദ്യങ്ങൾ ആർക്കും കിട്ടാത്ത ചോദ്യങ്ങളിൽ ഉത്തരം കണ്ടെത്തുമ്പോഴാണല്ലോ നമുക്ക് ആർക്കും കിട്ടാത്ത റാങ്ക് കിട്ടുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നോക്കൂ, കേരളയുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ ചരിത്രപരമായി ഹിസ്റ്റോറിക്കലി സ്പീക്കിംഗ് കേരളത്തിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ എങ്ങനെ വിശേഷിപ്പിക്കാം എന്നാ ചോദിക്കുന്നത്. നമ്മൾ കയറ് വ്യവസായം അതുപോലെ സാധാരണ പാവപ്പെട്ട ഇൻഡസ്ട്രിയൽ സെക്ടറാണ് കേരളത്തിൽ ഉള്ളത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. അല്ലാതെ ഇവിടെ വലിയ ഇൻഡസ്ട്രീസോ അല്ലെങ്കിൽ ഭയങ്കര വലിയ വ്യവസായശാലകളോ ഒന്നും ഇല്ലായിരുന്നു. ചരിത്രപരമായിട്ട് നോക്കുക, 100 കൊല്ലം ബാക്കിലേക്ക് എടുത്ത് നോക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരൊറ്റ ഓപ്ഷൻ ഇവിടെ ഉള്ളൂ, സ്മാൾ സ്കെയിൽ റിസോഴ്സ് ബേസ്ഡ് ആൻഡ് ലോ ടെക്നോളജി ഇൻഡസ്ട്രീസ്. ഇവിടെ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി ഡ്രിവൺ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. എങ്ങനെ? നോ. മുംബൈയിലൊക്കെ ഉള്ള പോലെ ഉണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. എക്സ്പോർട്ട് ഓറിയന്റഡ് ആണ്. ഇപ്പോഴും നമ്മളെല്ലാം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഒന്നും ചരിത്രപരമായിട്ട് കേരളത്തിൽ അങ്ങനെ ഇല്ല. അവരൊക്കെ അടുത്ത കാലത്താണ് വന്നു തുടങ്ങിയത് തന്നെ, അല്ലെ? ഇതിന് ആൻസർ ബി ആണ്. കോമൺ സെൻസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്. നമ്മൾ പഠിക്കേണ്ട രീതിയെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ടതിനേക്കാൾ കൂടുതൽ മാർക്ക് നമുക്ക് കിട്ടും ത്രൂ ആഴത്തിലുള്ള പഠനം പ്ലസ് എലിമിനേഷൻ ടെക്നിക്സ്, അല്ലേ? അതാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. ഇനി നിങ്ങൾ ആറ്റുനോറ്റ് കാത്തുകാത്തിരുന്ന ടോപ്പിക്കിൽ വരുന്ന കട്ട് ഓഫ് പ്രഡിക്ഷൻ നടക്കുന്ന കാര്യമല്ല, നിരീക്ഷണം വേണം ഞാൻ പറയാം. കട്ട് ഓഫ് പ്രഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ഡേറ്റ് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തതിന് മാത്രമാണ് നമ്മൾ ഈ ഒരു ഒബ്സർവേഷൻ നടത്തുന്നത്. ഓരോ പേപ്പറിലും എങ്ങനെ ആയാലും ഒരു 50 to 60 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റേണ്ടതാണ്. അതൊരു ക്രൈറ്റീരിയ ആണ്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഉള്ള ഒരു സ്റ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ മെയിൻസ് പാസ്സാവുന്നതിനേക്കാൾ ആൾക്കാർ 2, 3, 4 ഇരട്ടി ആൾക്കാർ, 5 ഇരട്ടി ആൾക്കാർ, 6 ഇരട്ടി ആൾക്കാർ മെയിൻസ് പാസ്സായേ പറ്റുള്ളൂ. അത് നിങ്ങൾ മറക്കില്ല. സർവോപരി ഇലക്ഷൻസ് വരാൻ പോകുന്നു, കൂടുതൽ നിയമനങ്ങൾ നടത്താൻ പോകുന്നു. PSCയുടെ ഒരു സുവർണ്ണ ദിശയിലേക്ക് പോവുകയാണ്. 2026 നടക്കാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. നല്ല രീതിയിൽ നിയമനങ്ങൾ കൂടും, നല്ല രീതിയിൽ നിയമനങ്ങൾ നടത്തും, എക്സാംസ് കണ്ടക്ട് ചെയ്യും. 2026 ചാകരയാണ്. PSC ഒരു സ്വപ്നം, ഡിഗ്രി ലെവൽ ഉദ്യോഗ സ്വപ്നം കാണുന്ന ആൾക്കാരെ ചാകരയാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ധാരാളം ബാച്ചുകൾ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാരംഭ ഓഫർ റണ്ണിംഗ് ആണ്. ഞങ്ങൾ ഡിഗ്രി ലെവൽ ബാച്ച് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 10th plus 2 പരീക്ഷയ്ക്ക് നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്ന ജനറൽ PSC ബാച്ചും സൗജന്യമായി തന്നെ ഇതിലൂടെ ലഭിക്കും. അതിനോടൊപ്പം ഞങ്ങളുടെ ബാച്ചുകളുടെ ഫീസിൽ ഏകദേശം 500 രൂപയോളം, 500 കൂടുതലും പല ബാച്ചുകളിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് ലഭിക്കും. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെമോ ബാച്ച് നിങ്ങൾക്ക് കിട്ടും, ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽസും കിട്ടും. ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഞങ്ങളുടെ ബാച്ചിലേക്ക് വരിക. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. സോ കട്ട് ഓഫിനെ പറ്റി ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? ഇതിലേക്ക് വരുമ്പോൾ ഇന്റർവ്യൂവും കൂടെ പരിഗണിക്കുന്നതുകൊണ്ട് ഒരു 110 മാർക്കിന് മുകളിലുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ഇന്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങിയോളാം. അതിന് കൂടെ 2026 വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസും നന്നായിട്ട് തന്നെ തയ്യാറെടുക്കുക. ഇതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഇതിനെപ്പറ്റി കൂടുതൽ ക്ലാരിറ്റിയിലേക്ക് നമുക്ക് വരണമെങ്കിൽ നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓരോരുത്തർക്കുള്ള മാർക്ക് എങ്ങനെ കമന്റ് ചെയ്യാം.
ചിലപ്പോൾ ആൾക്കാർ 200-250 കമന്റ് ചെയ്യും, അത് സാരമില്ല, അവരടുത്തൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. സത്യസന്ധമായിട്ടുള്ള മാർക്ക് കമന്റ് ചെയ്താൽ മതി. ഇതൊന്നും കോമ്പറ്റീഷനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മാനസികമായിട്ട് തളർത്താൻ ചെയ്യുന്ന പരിപാടിയൊന്നും അല്ലല്ലോ, റിസർച്ച് പർപ്പസ് ആണ്. പിന്നെ അപ്ഡേറ്റഡ് വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം, കട്ട് ഓഫ് പിന്നീട് എത്ര വരുമെന്നുള്ളത് കൂടുതൽ ഡേറ്റ കിട്ടുന്നതനുസരിച്ച് ഒരു അപ്ഡേറ്റഡ് വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതാണ്. ഇതൊരു സൂചനയാണ്. നമ്മൾ നന്നായി പഠിച്ചാൽ, PSC പറയുന്ന സിലബസ് അനുസരിച്ച്, PSCയുടെ പുതിയ ശൈലി അനുസരിച്ച് പഠിച്ചാൽ ഏത് പരീക്ഷയും എളുപ്പമായിരിക്കും എന്നുള്ളതിന്റെ ഒരു സൂചന മാത്രമാണത്. നിങ്ങളുടെ മാർക്ക് കമന്റ് ചെയ്യാം, അത് വെച്ച് ഞാൻ അപ്ഡേറ്റഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായി തന്നെ അടുത്ത എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യൂ കേട്ടോ. ബൈ.